അപ്പം ഇന്ന് രാവിലെ തന്നെ അച്ഛനായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയല്ലായിരുന്നു. അത് ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയി വന്നതിന് ശേഷമൊക്കെയാണ് കേട്ടോ നമ്മൾ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. അവനാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹോസ്പിറ്റലിൽ പോയ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല. ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ വല്ലപ്പോഴും ഒരു ഷോർട്സൊക്കെ ഇടുക എന്നല്ലാതെ ഇപ്പോൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് പണികളൊക്കെ ഞാൻ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു വെക്കണേ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിൻ്റെ ശേഷമാണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ചു. പിന്നെ മുറ്റത്ത് കുറേ ചവറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടിച്ച് തീയിടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ആദ്യം തന്നെ ചോറ് വയ്ക്കുന്നതിന് മുന്നേ തന്നെ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി തീയൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ വണ്ടികളൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ നല്ല കാറ്റാണല്ലോ, അപ്പോൾ പൊടിയൊക്കെ പാറിയിട്ട് ആകെ ഭൂതം പിടിച്ച പോലെ കിടക്കുമായിരുന്നേ. അപ്പോൾ പിന്നെ തീയിടലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വേഗം വണ്ടീനെയൊക്കെ ഒന്നാണ്ട് കുളിപ്പിച്ചെടുത്തു കേട്ടോ. ചെറുതായിട്ടുള്ളൊരു കുളിപ്പിക്കൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മുടെ ചെടികൾ എന്ന് പറയാനൊന്നുമില്ല, എന്നെങ്കിലും ഉള്ള ചെടികൾക്കൊക്കെ ഒന്ന് നനവ് കൊടുത്തു കേട്ടോ. ഇപ്പോൾ എന്നും വെള്ളം ഒഴിക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ, നല്ല കാറ്റും വെയിലും ആണല്ലോ. ഈ വെയിൽ കാരണം അവരെല്ലാവരും ഒരു ഉഷാറില്ലാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവരേനൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്തു. ഇതൊക്കെ നമ്മൾ അകത്ത പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മടി വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് പണിയായിട്ട് ആദ്യം തന്നെ പുറത്തെ പണികളൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുറത്തെ പണികൾ ചെയ്യുമായിരുന്നു കേട്ടോ. അടിച്ചു വാരൽ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അടിച്ചു കൊണ്ടുവരും, അപ്പോഴേക്കും ഒരു കാറ്റ് വരും. അപ്പോൾ ആ കാറ്റിന് ആ ചവറൊക്കെ അടിച്ചു കൊടുത്തേക്ക് തന്നെ പോകും, വീണ്ടും അതിനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അങ്ങനെയായിട്ട് കുറേ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അടിച്ചു വരാനായിട്ട്. അങ്ങനെ പിന്നെ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ മുറ്റത്തെ കൂടെ ഇങ്ങനെ ഒന്നുമില്ലാത്തതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മുറ്റത്തെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അച്ചു ഇന്ന് പഴം കൂട്ടിയിട്ടല്ല പുട്ട് കഴിച്ചത്, അവൻ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കോരി കഴിക്കുകയായിരുന്നു കേട്ടോ. ഈ പണികളൊക്കെ ചെയ്യുന്നതിലിടയ്ക്ക് മീൻകാരനെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ മീനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻ കാത്ത് നിന്നു. അപ്പോൾ കുറേ നേരം നിന്നപ്പോൾ ഒരു മീൻകാരൻ വന്നു കേട്ടോ. അപ്പോൾ അയാളുടെ അടുത്ത് മത്തിയായിരുന്നേ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, മത്തി എന്ന് വിചാരിച്ചിട്ട് ഞാൻ മത്തി അങ്ങ് വാങ്ങിച്ചു കേട്ടോ. അത് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോണ്ട് വേറൊരു മീൻകാരൻ വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചിരുന്ന ഒരാളായിരുന്നേ. അപ്പോൾ അയാളെടുത്ത് ഞണ്ടും മുള്ളനും അയിലയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞണ്ട് കണ്ടപ്പോൾ പിന്നെ അച്ചുവിനും ഞണ്ടൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞണ്ട് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പൈസ എടുത്തിട്ട് വരാം, ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഞണ്ടൊക്കെ അയാളുടെ അടുത്ത് വാങ്ങിച്ചു കേട്ടോ. കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനല്ലേ, അതുതന്നെ ധാരാളമായിരുന്നു. അങ്ങനെ ഞണ്ടൊക്കെ കൊടുന്നു. പിന്നെ നമ്മൾ അടുക്കളയത്തെ പണികളാണ് കേട്ടോ. അപ്പോൾ ഞണ്ടൊക്കെ ഇന്ന് വീഡിയോ എടുക്കേണ്ട കാരണം കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തത്. ഞണ്ട് നന്നാക്കാൻ നല്ല സുഖമാണല്ലേ, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞണ്ട് ഇതുപോലെ പൊളിച്ചെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിതാ ഞണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മത്തിയിൽ കുറച്ച് മത്തി എടുത്തിട്ട് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. ബാക്കി ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞണ്ടങ്ങ് ആദ്യം റോസ്റ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മത്തി എടുത്തിട്ട് മുളകിട്ട് കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കുഴച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് കുഴച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റ്. അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടാക്കി വന്നപ്പോൾ, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പിന്നെ വേഗം വഴുതനങ്ങ വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ മീൻകറിയും ഞണ്ട് റോസ്റ്റും കൂടിയിട്ട് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അച്ചുവിനെ വിളിച്ചിട്ട് വന്നിട്ടില്ല, അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാം കൊണ്ടും സമയം ഒരുപാട് വൈകിട്ടുണ്ട്. ഇന്ന് എനിക്കൊന്ന് കിടന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ജിമ്മിന് പോകണമല്ലോ. പിന്നെ അച്ഛൻ ഞാനും കൂടിയിട്ട് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഞണ്ട് റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇന്നലെ നമ്മൾ അന്ന് വാങ്ങിച്ച കൂവ ഉണ്ടായിരുന്നല്ലോ, അത് അരച്ച് പിഴിഞ്ഞ് വെള്ളം ഊറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കട്ട് എന്ന് പറയും, ആ കട്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വെയിൽ കണ്ടപ്പോൾ പുറത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് മുകളിൽ വെയിൽ കുറവായിരുന്നേ. അപ്പോൾ ഞാനിതുപോലെ പുറത്ത് കൊടുന്ന് വെച്ചു. നമുക്ക് ഇടയ്ക്ക് നോക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ അത് കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം നമുക്ക്. പിന്നെ അതൊക്കെ വെയിലത്ത് വെച്ചിട്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ അവിടെയൊക്കെ അടിച്ചു തുടച്ചു വൃത്തിയാക്കി ഇട്ടു. അതിനുശേഷം പിന്നെ അച്ചുവിൻ്റെ ചോറിനൽ കഴിഞ്ഞപ്പോൾ അവൻ്റെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഞണ്ടായ കാരണം കൊണ്ട് മെല്ലെ മെല്ലെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ കുറച്ച് വൈകി എണിക്കാനായിട്ട്. പിന്നെ അതൊക്കെ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ പൂട്ടി നമ്മളിതാ പുറത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂവ
അവിടെ വെച്ചിട്ട് നമുക്ക് അകത്ത് പോയിരിക്കാൻ പറ്റില്ല, വല്ല ജന്തുക്കളും വന്നരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ. മുകളിലാവുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. ഇതിപ്പോൾ മുറ്റത്ത് വയ്ക്കുമ്പോൾ കുറച്ച് വിഷയമാണ്. പിന്നെ അകത്ത് വന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനായിട്ട് സംസാരിച്ചു. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ ഉറക്കം വരുമായിരുന്നേ. അപ്പോൾ ഇന്ന് ജിമ്മിന് പോകാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മടി കാണിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചു. നാളെ സൺഡേ അല്ലേ, അപ്പോൾ ഇനി നാളെ ഓഫാണല്ലോ. അപ്പോൾ പിന്നെ മുഖമൊക്കെ കഴുകി ജിമ്മിലേക്ക് അങ്ങ് പോയി. വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇന്ന് കുറച്ച് പണിയുണ്ടായിരുന്നുള്ളൂ, പക്ഷേ സത്യത്തിൽ ഇന്ന് ഒത്തിരി പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്